നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. അജിത് കുമാറിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് അറിയില്ലെന്നും VS സുനിൽകുമാർ. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രി നശിപ്പിക്കാൻ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് HMC യോഗത്തിൽ വിമർശനം. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികൾ വ്യാപകമെന്നും സൂപ്രണ്ടും സംഘവും സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുകയാണെന്നും ആക്ഷേപം. കുന്നംകുളം സ്വകാര്യ ബസ് മോഷണത്തിൽ വഴിത്തിരിവ്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുമായി കടന്നു കളഞ്ഞത് മുൻ ജീവനക്കാരൻ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ ബസ് ഗുരുവായൂരിൽ കണ്ടെത്തി. മുൻ ഡ്രൈവർ ഷംനാഥ് പോലീസ് കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച് അന്ന് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 1 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. 5 മാസമായിട്ടും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. നമുക്ക് കഴിയില്ല. ഇപ്പോൾ അവിടെ ഹൈഡ്രൻ്റ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞനുസരിച്ചാണ്. അപ്പോൾ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏത് സർക്കാരാണെങ്കിലും ആ UDF സർക്കാരിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട്, LDF സർക്കാരിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂർക്കാരായ ഞങ്ങളാരും തന്നെ. എങ്ങനെ തടസ്സപ്പെട്ടു? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തു വിടണം എന്നുള്ളതാണ് എനിക്ക് പറയണം. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോൾ കമന്റ് ചെയ്യില്ല. പൂരം അലങ്കോലപ്പെട്ടതോടെ താൻ ഇരയാക്കപ്പെട്ടിരുന്നുവെന്നും പോലീസ് ഗൂഢാലോചനയിൽ അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് അറിയില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. VS സുനിൽകുമാറിനെ പരോക്ഷമായി പിന്തുണച്ച് തിരുവമ്പാടി ദേവസ്വം. സുനിൽകുമാർ പറഞ്ഞതിൽ സത്യമുണ്ടാകുമെന്നും പൂരം കഴിഞ്ഞും വിവാദം കെട്ടടങ്ങാത്തതിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ടെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച വിവാദത്തിൽ VS സുനിൽകുമാറിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച് സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് ആവശ്യപ്പെട്ടു. സുനിൽകുമാർ പറഞ്ഞതിൽ സത്യമുണ്ടാകാമെന്നും പൂരം കഴിഞ്ഞും വിവാദം കെട്ടടങ്ങാത്തതിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ടെന്നും ഗിരീഷ് ആരോപിച്ചു. മേളവും വെടിക്കെട്ടും നിർത്തിവെക്കാൻ ദേവസ്വമാണ് നിർദ്ദേശം നൽകിയത്. അതിൽ ഗൂഢാലോചന നടന്നിട്ടില്ല. പ്രശ്നമുണ്ടാക്കാൻ പോലീസ് തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാമെന്നും പോലീസുമായുണ്ടായ തർക്കമാകാം പൂരം നിർത്താൻ കാരണമായതെന്നും ഗിരീഷ് പറഞ്ഞു. ഇത്രയും തൃശ്ശൂർ പൂരം ഇത്രയും ലോക പ്രശസ്തി ആർജിച്ച തൃശ്ശൂർ പൂരം ഈ നിലയ്ക്ക് ആക്കിയില്ല. ആരൊക്കെയാണ് ഉത്തരവാദിത്തം എന്നുള്ളത് അതിൻ്റെ അന്വേഷണങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും ഉണ്ടാവണം. തീർച്ചയായിട്ടും അത് ജനങ്ങളെ അറിയിക്കണം. ഇപ്പോൾ പൂരം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും അതിൻ്റെ അലയടി ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു നെറ്റ്വർക്കൊന്നും തിരുവമ്പാടി ദേവസ്വത്തിനില്ല, മറ്റു ഘടക കക്ഷികളുടെ പൂരങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നങ്ങൾ പൂർവാധികം പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അത് അന്വേഷിക്കണം, നടപടികൾ എടുക്കണം, അത് ജനങ്ങളെ അറിയിക്കണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൈങ്കുളം ലെവൽ ക്രോസ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അടച്ചിടും. രാവിലെ 4 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഈ സമയം വാഹനങ്ങൾ വെട്ടിക്കാട്ടിരി അത്തിക്കപ്പറമ്പ് വഴി ചേലക്കരയ്ക്കും പാഞ്ഞാൾ വാഴക്കോട് റോഡ് വഴി തിരിഞ്ഞും പോകണമെന്ന് ഷൊർണൂർ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയെ നശിപ്പിക്കാൻ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് HMC യോഗത്തിൽ രൂക്ഷ വിമർശനം. നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ വിമർശനത്തിന് തുടക്കമിട്ടത്. താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും ചികിത്സാ പിഴവ് തുടർച്ചയായി സംഭവിക്കുന്നുണ്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു.
ആശുപത്രിയിൽ വരുന്ന രോഗികളെ എങ്ങനെയെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ സുഖിച്ചിരിക്കാമെന്നാണ് ചില ഡോക്ടർമാരുടെ ധാരണ. ചെറിയ മുറിവ് പറ്റി വന്നാലും ചികിത്സ നിഷേധിക്കുന്ന മനോഭാവമാണുള്ളത്. രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കാൻ ഏജന്റ് പണി ചെയ്യുന്ന ജീവനക്കാരും ആശുപത്രിയിലുണ്ടെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. താലൂക്ക് ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഗണ്യമായി കുറഞ്ഞു. വരാന്തയിൽ ഉൾപ്പെടെ രോഗികൾ കിടന്നിരുന്ന അവസ്ഥ പണ്ട് ആശുപത്രിയിലുണ്ടായിരുന്നു. 173 കിടക്കകളുള്ള ആശുപത്രിയിൽ തിങ്കളാഴ്ചത്തെ കണക്കിൽ 30-ൽ താഴെയാണ് IP. സൗകര്യക്കുറവോ മരുന്നോ ഡോക്ടർമാരോ ഇല്ലാഞ്ഞിട്ടല്ല. ഡോക്ടർമാർക്ക് കിടത്തി ചികിത്സയിൽ താൽപ്പര്യമില്ല. അവർക്ക് OP കഴിഞ്ഞാൽ വേഗം വീട്ടിലെത്തണം. ആശുപത്രിയെ നശിപ്പിച്ചേ അടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തീരുമാനിച്ചിരിക്കുകയാണെന്ന് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് കുറ്റപ്പെടുത്തി. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രൂപത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ആ വാർത്തകൾക്ക് അടിസ്ഥാനം ഒരു പൂച്ചമാന്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ വിവരം, അതുമായി ബന്ധപ്പെട്ട കാര്യം രേഖാമൂലം ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയും എന്ന് വിചാരിക്കാം. മറ്റൊന്ന്, ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് പറഞ്ഞേക്കാൻ ഏജന്റ് പണി എടുക്കുന്ന ആളുകളോടുണ്ട്. അത് സൂപ്രണ്ടിന്റെ അറിവോട് കൂടിയിട്ടാണ്. ഒരു ചെറിയ മുറിവ് പറ്റി 19-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഷാനവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോൾ ആ മുറിവൊന്ന് നോക്കുന്നതിന് പകരം വെള്ളുവനാട്ടേക്ക് പോയിക്കോ, PK ദാസിലേക്ക് പോയിക്കോ എന്ന് പറയാൻ ഇവിടെ സൂപ്രണ്ടിന്റെ ആവശ്യമില്ല, അവിടുത്തെ ജീവനക്കാരുടെ ആവശ്യമില്ല. ഈ രീതി അനുവദിക്കാനാകില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ജോലി ചെയ്യാൻ പറ്റാത്തവർ വീട്ടിലിരിക്കണം. രോഗികളെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് ആശുപത്രിയിലേക്ക് വരുന്നതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ ചോദിച്ചു. രോഗികളെ മടക്കി അയക്കുന്നത് പോലെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. ചില ഡോക്ടർമാർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താൽപ്പര്യമില്ല. ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യുന്നില്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. രാവിലെ 11 മണി കഴിഞ്ഞാൽ OP ടിക്കറ്റ് നിർത്തുന്ന പ്രവണതയാണ് ആശുപത്രിയിലുള്ളത്. ഇത് അവസാനിപ്പിക്കണം. ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കണം. 8 മണിക്കാണ് OP തുടങ്ങേണ്ടത്. എന്നാൽ മിക്ക ഡോക്ടർമാരും നേരം വൈകിയാണ് എത്തുന്നത്. കൃത്യസമയത്ത് OP നിർത്തുന്നുമുണ്ട്. പിരിച്ചുവിട്ട 5 താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ കഴിഞ്ഞ HMCയിൽ തിരിച്ചെടുക്കാൻ തീരുമാനമായതാണ്. ഇത് നടപ്പാക്കിയിട്ടില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സ ലഭിക്കണം. ഇതിന് തടസ്സം നിൽക്കുന്ന ആർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ HMC തയ്യാറാകുമെന്ന് യോഗത്തിൽ കെ പ്രേംകുമാർ MLA പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ ഒരു കുഴപ്പമുണ്ടാക്കണമെന്ന അഭിപ്രായം എനിക്കില്ല. സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ വരുന്ന ഡോക്ടർമാർ മനുഷ്യരാണ്. അവരുടെ മാനസികാവസ്ഥയും അവരുടെ കൂടി സഹകരണവും പിന്തുണക്കി ആശുപത്രിക്കും പ്രദേശത്തെ ജനങ്ങൾക്കും വരുന്ന രോഗികൾക്കും ഒക്കെ കിട്ടേണ്ടതാണ്. ഒരു സേവന മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആശുപത്രി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന സ്ഥാപനമാണ്. അത്തരം ഒരു സ്ഥാപനത്തിൽ പുലർത്തേണ്ട ഒരു സമവായത്തിന്റെ സാമൂഹ്യ നീതിയുടെ ഒരു അന്തരീക്ഷം ഇവിടെ വരുന്ന ഡോക്ടർമാർക്കും ആ ഡോക്ടർമാരെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടിനും ഈ HMCയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടതാണ്. അങ്ങനെയാണ് ആ കാര്യങ്ങളെ സമവായത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് നമ്മളെല്ലാം അവിടെ ചേർന്നിട്ടുള്ളത്. OP ടിക്കറ്റ് ഒരു നിശ്ചിത ശതമാനമായാൽ നിർത്തുന്ന പ്രവണതയുണ്ട്. ഇതിൽ നിന്ന് മാറ്റം വരുത്തി എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കണമെന്നും MLA അറിയിച്ചു. താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും യോഗം വിളിക്കാൻ തീരുമാനമായി. 1 വർഷമായി മുടങ്ങിക്കിടക്കുന്ന തിമിര ശസ്ത്രക്രിയ നടത്താൻ ആത്മവിശ്വാസമില്ലാത്ത ഡോക്ടറോട് വിശദീകരണം തേടാനും ആവശ്യമെങ്കിൽ അവരെ മാറ്റാനും യോഗം തീരുമാനിച്ചു. ആശുപത്രിയിലെ ഭക്ഷണശാല 15,000 രൂപ മാസവാടകയും 2 മാസത്തെ തുക അഡ്വാൻസും വാങ്ങി നടത്തുന്നതിന് ടെൻഡർ ക്ഷണിക്കാനും തീരുമാനമായി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷത വഹിച്ചു. MLA കെ പ്രേംകുമാർ, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർക്ക് പുറമെ സ്ഥിരം സമിതി അധ്യക്ഷ ടി ലത, സൂപ്രണ്ട് ഡോക്ടർ അഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം ബസ് മോഷണത്തിൽ വഴിത്തിരിവ്. മോഷണം നടത്തിയത് മുൻ ജീവനക്കാരൻ. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയത്.
കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുലർച്ചെ 4:10 കാണാതായ ബസ് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു ബസ്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബസ് മോഷണം പുതിയ വഴിത്തിരിവിലെത്തിയത്. മുൻ ജീവനക്കാരനാണ് മോഷണം നടത്തിയത്. ബസ് ഡ്രൈവർ ഷംനാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ഷംനാദ് ബസ്സെടുത്ത് കടന്നുകളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിലേക്ക് പോകാൻ വാഹനം കിട്ടാഞ്ഞതിനാലാണ് ബസ് മോഷ്ടിച്ചതെന്നാണ് ഷംനാദിന്റെ മൊഴി. ബസ്സുടമയുടെ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി പള്ളം പള്ളിക്കൽ കനാൽ റോഡിന്റെ ശോച്യാവസ്ഥയിൽ വാഴനട്ട പ്രതിഷേധവുമായി UDF. പ്രതിഷേധ സമരം വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CA അർഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സമരത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KY അഫ്സൽ അധ്യക്ഷനായി. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സൈദലവി, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കൗൺസിലർ AA അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് പള്ളിക്കൽ യൂണിറ്റ് സെക്രട്ടറി KM മുഹമ്മദ് അബ്ബാസ്, മുസ്ലിം യൂത്ത് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് PM ഫൈസൽ ബാവ, MSF നിയോജകമണ്ഡലം സെക്രട്ടറി AA ഷിബിൽ, MSF വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ട്രഷറർ K മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. 1-12 വാർഡുകൾ ഉൾപ്പെടുന്ന പള്ളിക്കൽ പ്രദേശത്തെ ഈ കനാൽ റോഡിൻ്റെ ദുരവസ്ഥ കുറേ കാലമായി നിലനിൽക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് UDF പള്ളിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതീകാത്മകമായി വാഴ വെച്ച് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ഈ വഴികളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലും കാൽനടയായിട്ടുമൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ദുരിതയാത്രയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. MSF യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷിബിൻ സ്വാഗതവും നബീൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 9 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കും. +2 കഴിഞ്ഞ ആർക്കും ബിരുദമെടുക്കാൻ സൗകര്യവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിലും ഉടൻ ആരംഭിക്കുന്നതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 9 ഉച്ചതിരിഞ്ഞ് 3 ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ R ബിന്ദു നിർവഹിക്കും. മുഹമ്മദ് മുസിൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പരിപാടി. 28 UG PG പ്രോഗ്രാമുകളിൽ 16 UG പ്രോഗ്രാമുകളും 12 PG പ്രോഗ്രാമുകളും ആണുള്ളത്. ഈ മാസം 25 വരെ അപേക്ഷിക്കാം. നിലവിൽ 23 പഠന കേന്ദ്രങ്ങളായി 22,000-ഓളം പഠിതാക്കൾ പഠിക്കുന്നു. ഇത്തവണ 50,000 പഠിതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരമൊരുക്കും. PSC UPSC അംഗീകാരങ്ങൾ ഇവയ്ക്കുണ്ട്. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ആവശ്യമായ നൈപുണ്യ വികസനം, തൊഴിലധിഷ്ഠിത സ്കിൽ, വ്യവസായശാലകളിലെ പരിശീലനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി പരിഷ്കരിച്ചതാണ് സിലബസ്. UGC റെഗുലേഷൻസ് 2020 റെഗുലേഷൻ 22 പ്രകാരം റെഗുലർ മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും തുല്യമാണ്. നിലവിൽ ഒരു അക്കാദമിക് പ്രോഗ്രാം ചെയ്യുന്നവർക്കും യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിന് ഒരേ സമയം പഠിക്കാം. TC നിർബന്ധമല്ല. പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നവർക്കും ബിരുദം നേടാനാവുമെന്നും ബന്ധപ്പെട്ട അധ്യാപകർ പറഞ്ഞു. 28 പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയും നടത്തിക്കൊണ്ടിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു 50 കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി. ആ പ്രകാരം നമ്മൾ ആൾറെഡി 28 പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വർഷം ബാക്കി 1-2 MBA, MCA, MA സൈക്കോളജി, MSW ഇൻക്ലൂഡിങ് റിസർച്ചിനെ എല്ലാം നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഈ മീറ്റിംഗ് മെയിനായിട്ട് ഞാൻ വിളിച്ചത് നമുക്ക് 5 RC സെൻറ്റേഴ്സ് ഉള്ള ബിസിനസ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ തൃപ്പൂണിത്തുറ RC ഇനാഗുറേഷൻ രാജീവ് സാറ് കഴിഞ്ഞ മാസം ചെയ്തു. ഈ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പട്ടാമ്പി റീജിയണൽ സെൻറ്റർ ഇനാഗുറേഷൻ നിങ്ങളെ ഒന്നും കൂടെ ക്ഷണിക്കാൻ വേണ്ടിയാണ് നാം ഈ മീറ്റിംഗ് വിളിച്ചത്. 3 മണിക്കാണ്. നിങ്ങൾ എല്ലാവരും വരണം.
അതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചു. റഫറൻസ് ലൈബ്രറി കലോത്സവം, ജയിൽ അന്തേവാസികളുടെ തുടർ പഠനം, അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് ഫീസ് കൺസെഷൻ, ഭവനരഹിതമായ പഠിതാക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകൽ തുടങ്ങി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്നുവരുന്നതായി ബന്ധപ്പെട്ട അധ്യാപകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ VP ജഗതിരാജ്, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജോജോ മോൻ, LSC കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ ഒട്ടുപാറയിൽ 5-ന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ ചേലക്കരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 4-ന് ഓട്ടുപാറ ഡലീസ റേജൻസിയിലാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ ബിസിനസ് ഗ്രൂപ്പാണ് യൂണിവേഴ്സ് ചാപ്റ്റർ എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെഗാ ജോബ് ഫെയറിൽ 20-ൽ പരം കമ്പനികൾ പങ്കെടുക്കും. ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമാണ്. നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി ഡെലീസ റീജൻസിയിൽ വെച്ചിട്ടാണ്. രാവിലെ 10 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 12:30 വരെയാണ് ഈ പരിപാടി ഉണ്ടാകുക. ഏകദേശം 2-2.5 മണിക്കൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ വരുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഒരു ബഞ്ച് ഓഫ് CV, ഒരു 5-6 CV കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പല കമ്പനികളിലേക്കും ഒരേ സമാനമായ കമ്പനികളിലേക്കും പല കമ്പനിക്കാരും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ P യൂണിവേഴ്സ് പ്രസിഡന്റ് MH ഷാനവാസ്, പ്രദീപ്, കോർഡിനേറ്റർമാരായ ജെയിൻ ജോസ്, രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് കുടുംബസംഗമം സെപ്റ്റംബർ 5-ന് വാണിയംകുളം ലച്ചൂസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ വിതരണം, യൂണിറ്റിലെ 400-ൽ കൂടുതൽ പേർക്ക് ഓണക്കോടി വിതരണം, സംസ്ഥാന ജില്ലാ നേതാക്കളെ ആദരിക്കൽ, മെമ്പർഷിപ്പ് ലിസ്റ്റ് പ്രകാശനം, കുടുംബ സഹായനിധിയുടെ പ്രഖ്യാപനം എന്നിവ കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുക്കും. വ്യാപാരികളെ ആദരിക്കലും, വ്യാപാരിക്ക് ഒരു വാർഷിക പെൻഷൻ കൊടുക്കുക, എല്ലാ മെമ്പർമാരെ ആദരിക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ വാണിയംകുളം യൂണിറ്റിന് ഇല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ്. നമ്മൾ അധികാരത്തിൽ വന്ന ആ ടൈമിൽ തന്നെ ഒരു വ്യാപാരിയുടെ ഒരു വർഷം അല്ലെങ്കിൽ വർഷം തുടങ്ങുമ്പോൾ തന്നെ ആ ന്യൂ ഇയർ പരിപാടിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അന്നും ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയായി മാറി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ഷാജഹാൻ, വൈസ് പ്രസിഡന്റുമാരായ TK വിനിൽകുമാർ, K പ്രദീപ് കുമാർ, ട്രഷറർ PT കൃഷ്ണകുമാർ, ജോയിന്റ് സെക്രട്ടറി P ജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചേലക്കര വെങ്ങാനല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പി സെപ്റ്റംബർ 5-ന് മേപ്പാടത്ത് പ്രവർത്തനം ആരംഭിക്കും. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷീരസംഘം ഭാരവാഹികൾ ചേലക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിൽമയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിൽമ ഷോപ്പിയിൽ ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീര വ്യവസായ രംഗത്തെ സമഗ്ര പുരോഗതിയാണ് ഇത്തരം സംരംഭങ്ങളുടെ ലക്ഷ്യം. ചേലക്കര കോൺവെന്റിന് സമീപം മിൽമ ബ്രാഞ്ച് ഓഫീസിനോട് ചേർന്ന് മികച്ച സൗകര്യങ്ങളോടെയാണ് മിൽമ ഷോപ്പി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ആദ്യ വിൽപ്പന നടത്തും. ക്ഷീരകർഷകരും പൗരപ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പാലിനും തൈരിനും അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം നൽകുന്ന മിൽമ പേടയ്ക്കും, മിൽമ പേട ഒരു പാക്കറ്റ് എടുത്താൽ നമ്മൾ ഉദ്ഘാടന ദിവസം ഒരു പാക്കറ്റ് സൗജന്യമായിട്ട്. പാലിനും തൈരിനും വിപണി വിലയേക്കാൾ, മാർക്കറ്റിംഗ് വിലയേക്കാൾ 2 രൂപ കുറച്ചാണ് നമ്മൾ പ്രാഥമികമായിട്ട് സംഘത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നത്. അത് ഒരു പുനഃക്രമീകരണം ഉണ്ടാകുന്നവരെ അതേ വിലയിൽ തന്നെ തുടരും. ബ്രാഞ്ച് സെക്രട്ടറി നമിത N കുമാർ, സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. അജിത് കുമാറിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് അറിയില്ലെന്നും VS സുനിൽകുമാർ.
ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയെ നശിപ്പിക്കാൻ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് HMC യോഗത്തിൽ വിമർശനം. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികൾ വ്യാപകമെന്നും സൂപ്രണ്ടും സംഘവും സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുകയാണെന്നും ആക്ഷേപം. കുന്നംകുളം സ്വകാര്യ ബസ് മോഷണത്തിൽ വഴിത്തിരിവ്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുമായി കടന്നുകളഞ്ഞത് മുൻ ജീവനക്കാരൻ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബസ് ഗുരുവായൂരിൽ കണ്ടെത്തി. മുൻ ഡ്രൈവർ ഷംനാഥ് പോലീസ് കസ്റ്റഡിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.